തന്നെ സഹായിക്കാനായിട്ട് എത്തിയ ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി, അയാൾ ആരായിരിക്കും? അയാൾ ഇനി എന്തു ചെയ്യും? ഈ കുഴിയിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? ഇങ്ങനെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് ഏറ്റു പറയുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു മുറിവ് ഏൽക്കപ്പെടുന്നുണ്ട് കുട്ടിയുടെ മുതുകിലായിട്ട്. നമ്മളെല്ലാവരും ഏറ്റു പറയുന്ന ഒരു സുഹൃത ജപമാണ്, ഈശോയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെയും മാറ്റണമേ. ദേഷ്യത്തോടുകൂടി ചോദിക്കും, ഈ തേള് കടിക്കുമെന്നറിയാം, പിന്നെ ഈ വേദനയും മുറിവും ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും എന്തിനാണ് അതിനെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്? ഇങ്ങനെ ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ നിർവചനം സ്നേഹം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഞായർ നമ്മൾ തിരുഹൃദയ ഞായറായി ആഘോഷിക്കുന്നു. 3 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യമായി, മുറിയപ്പെടാത്തവർ സ്നേഹിച്ചിട്ടില്ല. കാരണം മുറിയപ്പെടുക എന്നാൽ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ കാട്ടിൽ ഒറ്റയ്ക്കകപ്പെട്ടു പോകുന്ന യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇയാൾ ഇരുട്ടായി തുടങ്ങുമ്പോൾ വഴിതെറ്റിപ്പോയത് കൊണ്ടോ ഒറ്റയ്ക്കായതുകൊണ്ടോ വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി ഇയാൾ നടക്കുന്നതിൻ്റെ വേഗത കൂട്ടുന്നു. ഇങ്ങനെ വേഗത കൂടി വഴിതെറ്റി ഇയാൾ ഒരു കുഴിയിൽ വന്ന് വീഴുന്നു. ഈ കുഴിയിൽ കിടക്കുന്ന സമയം ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് വിളിച്ച് കരയുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാകൃത രൂപം ഇങ്ങനെ ഇയാളായിരിക്കുന്ന കുഴിയുടെ അടുത്തേക്ക് വരുന്നതായി ഇങ്ങനെ കാൽപ്പെരുമാറ്റത്തിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലാകുന്നു. ആ രൂപം പിന്നീട് കുഴിയിലേക്ക് ഇറങ്ങി വരുന്നു. ഈ കുഴിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ രൂപം ഇയാളോട് ആവശ്യപ്പെടുന്നു, എൻ്റെ മുതുകിൽ ചവിട്ടി ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഇയാൾ മറ്റൊന്നും ചിന്തിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. അതിവേഗം ഇയാളുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇയാൾ അതിൽ വിജയിച്ച് കുഴിയുടെ പുറത്തു വരുന്നു. ഈ പുറത്തെത്തിക്കഴിയുമ്പോൾ ഇയാൾക്ക് പെട്ടെന്നൊരു കുറ്റബോധം. തന്നെ സഹായിക്കാനായിട്ട് എത്തിയ ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി, അയാൾ ആരായിരിക്കും? അയാൾ ഇനി എന്തു ചെയ്യും? ഈ കുഴിയിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും? ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാകൃതനായിട്ടുള്ള മനുഷ്യൻ, മുടിയൊക്കെ നീട്ടി വളർത്തിയ ഈ മനുഷ്യൻ ഈ കുഴിയിൽ നിന്ന് എങ്ങനെയോ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും കുറ്റബോധത്തോടു കൂടി ചോദിക്കും, ഞാൻ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ആർത്തിയോടുകൂടി കടക്കുന്നതിനിടയ്ക്ക് താങ്കളുടെ മുതുകിൽ ചവിട്ടി ആണ് കയറിയത്, താങ്കൾക്ക് പരിക്ക് വല്ലതും ഏറ്റോ? അപ്പോൾ ഈ പ്രാകൃതനായിട്ടുള്ള മനുഷ്യൻ ഇയാളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളിങ്ങനെ ഉത്തരം പറയുന്നു, എൻ്റെ പേര് ഈശോ എന്നാണ്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനിടയ്ക്ക് എത്ര മുറിവ് പറ്റി എന്ന് എണ്ണി നോക്കാറില്ല, എത്ര മുറിവുകൾ എനിക്ക് ഉണക്കാൻ സാധിച്ചു എന്നേ എണ്ണി നോക്കാറുള്ളൂ. ഇങ്ങനെ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്വഭാവം ഇതാണ്, ഇങ്ങനെ മുറിയപ്പെട്ടുകൊണ്ട് സുഖപ്പെടുത്തുന്ന ഒരു സ്നേഹം. നമുക്ക് ഈ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. രണ്ടാമതായിട്ട്, ഒരാൾ മുറിവുകളെ സ്വീകരിക്കുന്ന വിധം അയാൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തെ എടുത്തു കാണിക്കുന്നു. ഒരാൾ എങ്ങനെയാണോ തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകളെ സ്വീകരിക്കുന്നത്, അയാളുടെ ദൈവവുമായിട്ടുള്ള ബന്ധവും അതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്തും ഇങ്ങനെ കൂടെയുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കാണാം. ഇങ്ങനെ മുറിവേറ്റ് എല്ലാവരാലും അപമാനിക്കപ്പെട്ട് തെരുവിലൂടെ നടന്നു പോകുന്ന സമയത്തും ഈശോ അവിടെ തന്നോടൊപ്പമായിരിക്കുന്ന സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നത് കാണാം. ഇതിൽ നിന്ന് വിപരീതമല്ലാത്തൊരു കാഴ്ച തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിലും നാം കാണുന്നത്. ഇങ്ങനെ തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്നറിയുമ്പോഴും
അല്ലെങ്കിൽ ആ വാൾ കടക്കുന്ന സമയത്തും തന്നോടൊപ്പമായിരിക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയം ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തെ നമുക്കെടുത്ത് കാണിക്കുന്നു. 1926-29 കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ മതപീഡനം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് സെയിൻറ്റ് ഹോസെ സാഞ്ചസ് റയസ് എന്ന് പറയുന്ന ഒരു ബാലൻ ജീവിച്ചിരുന്നു. ഈ ബാലൻ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ഈശോയെ ഇത്രയധികം സ്നേഹിച്ചത് കൊണ്ട് തന്നെ ഇവൻ എല്ലാവരാലും നിരീക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ പിടിക്കപ്പെടുന്ന ഒരു സമയം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ ഇവനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് അവനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: ഈശോയെ തള്ളി പറയുക. ഈശോയെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് സ്വതന്ത്രനായിട്ട് പോകാം എന്ന് അവൻ്റെ അങ്കിൾ കൂടിയായ, തലതൊട്ടപ്പൻ കൂടിയായ മേയർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് ഏറ്റു പറയുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു മുറിവ് ഏൽക്കപ്പെടുന്നുണ്ട് കുട്ടിയുടെ മുതുകിലായിട്ട്. അതിൽ നിന്ന് വരുന്ന രക്തത്തിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കുരിശടയാളം വരച്ചുകൊണ്ട് അപ്പച്ചനോടും അമ്മച്ചിയോടും ബൈ ബൈ പറഞ്ഞിട്ടാണ് വളരെ സന്തോഷത്തോടു കൂടി ഐ എം ഗോയിങ് ഹോം എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടാണ് അവനിങ്ങനെ മരണത്തെ പുൽകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആ ചെറിയ കുട്ടിക്ക് ഇത്ര സന്തോഷത്തോടു കൂടി ഈ മുറിവ്, തൻ്റെ ശരീരത്തിലെ ഏറ്റ മുറിവിനെ സ്വീകരിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും അത് അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. നമുക്കും ഇത്തരത്തിലുള്ള ഒരു ആഴം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു ചേർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ലോന്യൂസ് അതൊരു ഐതിഹ്യ കഥയായിരിക്കാം. എങ്കിലും ഇങ്ങനെ ഈശോയെ കുത്തുന്ന പടയാളി ഒരു അന്ധനായിരുന്നുവെന്നും ഈ ഈശോയുടെ വിലാവിൽ നിന്നൊഴുകുന്ന വെള്ളവും രക്തവും അവൻ്റെ കണ്ണുകളിൽ പതിച്ചുകൊണ്ട് അവന് കാഴ്ച ലഭിച്ചു എന്നും ഒരു ഐതിഹ്യ കഥ പോലെ, പാരമ്പര്യ കഥ പോലെ നമ്മൾ ഏറ്റുപറയാറുണ്ട്. ഈശോയെ നോക്കുക. ഇങ്ങനെ മരണപ്പെടുന്ന സമയത്തും ഈ മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്നതിനായിരുന്നു ഈശോ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. ഞാനും അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക്, മനോഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ, എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒടുവിലായിട്ട് ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെയും അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ഏറ്റുപറയുന്ന ഒരു സുഹൃത ജപമാണ്. ഈശോയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെയും മാറ്റണമേ. ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴും ഈ മുറിവുകൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. ഈ മുറിപ്പാടുകൾ ഈശോയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഏത് വലിയ അവസ്ഥയിലായിരിക്കുമ്പോഴും ഈ മുറിപ്പാടുകളില്ലാത്ത ഒരവസ്ഥയെ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണരുത് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. കാരണം ഈ മുറിപ്പാടുകളാണ് നമ്മെ നമ്മളായി അവശേഷിപ്പിക്കുന്നത്, നമ്മെ നമ്മളാക്കി മാറ്റുന്നത്. ഈ ഉദ്ധിതനായ ക്രിസ്തുവിലും ഈ മുറിപ്പാടുകളാണ് ഈശോ ആരാണ് എന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഈ സംഭവിക്കുന്ന മുറിവുകൾ, ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ നമ്മെ നമ്മളായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് എന്നുള്ള വലിയ വസ്തുത നമുക്കും ഓർത്തെടുക്കാം. ഗുരു ഇങ്ങനെ പുഴ കടക്കുകയാണ്. ഇങ്ങനെ പുഴ കടക്കുന്ന സമയത്ത് കൂടെ ശിഷ്യഗണവും ഉണ്ട്. ഇങ്ങനെ പുഴ കടക്കുന്ന സമയത്ത് ഒരു തേളിങ്ങനെ പുഴയിൽ വീണ് അതിലിങ്ങനെ ചാവാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തേളിനെ കൈവച്ച് എടുത്തുയർത്തുന്നുണ്ട്. എടുത്തുയർത്തുന്ന സമയം തന്നെ ഈ തേള് ഇയാളുടെ വിരലിൽ ഇങ്ങനെ ആഞ്ഞു കൊത്തുന്നു, കടിക്കുന്നു. ഈ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് ഈ തേളിനെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. അത് വീണ്ടും ഇങ്ങനെ പുഴയിലേക്ക് മുങ്ങിത്താഴാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ഇങ്ങനെ അതിനെ വീണ്ടും പൊക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ 1-2 തവണ ഇത് ആവർത്തിച്ചു കഴിയുമ്പോൾ ഈ കൂടെ ഉള്ള ഒരു ശിഷ്യന് വളരെ ദേഷ്യം വരും. ദേഷ്യത്തോടു കൂടി ചോദിക്കും, ഈ തേള് കടിക്കുമെന്നറിയാം, പിന്നെ ഈ വേദനയും മുറിവും ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും എന്തിനാണ് അതിനെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്? അപ്പോൾ ഗുരു ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഈ തേളിൻ്റെ സ്വഭാവം. രക്ഷിക്കുക, പരിചരിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. തേളിൻ്റെ സ്വഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സ്വഭാവത്തെ വിട്ടുകളയേണ്ട ആവശ്യമില്ലല്ലോ. ഈ യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ യോഹന്നാൻ ഈ അവസാന കാലഘട്ടമായപ്പോഴേക്കും വിവിധ
സഭാ സമൂഹങ്ങളിലേക്ക് വിളിക്കപ്പെടുമായിരുന്നു ഈശോയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഈശോയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്ന എല്ലാവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരാവശ്യപ്പെടും, ഞങ്ങളോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഇവർ ചോദിക്കുന്ന സമയത്ത് ഇയാൾ എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. പിന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ സ്നേഹം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു മനോഹരമായ ചിത്രമായി എൻ്റെ മനസ്സിൽ അത് ഇപ്പോഴും നിൽക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ നിർവചനം സ്നേഹം. അപ്പോൾ ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ഈ ഈശോയുടെ ഹൃദയവുമായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടായിരിക്കണം, സ്നേഹം നിറഞ്ഞിരിക്കണം, ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഊഷ്മളത ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയവും ഈ ഈശോയുടെ തിരുഹൃദയം പോലെ ആയി മാറട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ആമേൻ.